ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു കായ്പോളയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. നെയ്യിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴം ഒന്ന് കളറൊക്കെ മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഏലക്കയും ഒരു 1/4 കപ്പിന് താഴെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് പഞ്ചസാര നന്നായിട്ട് അടിയുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചു വെച്ച മിക്സ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മിക്സിലേക്ക് നമുക്ക് നേരത്തെ തന്നെ വഴറ്റി വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പഴം ഒക്കെ വഴറ്റാനെടുത്ത പാൻ തന്നെ ആ നെയ്യോടുകൂടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ഒരു വശം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ പുറം ഭാഗം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് നെയ്യ് തടവിയ മറ്റൊരു പാനിലേക്ക് മാറ്റാം. ഇതിവിടെ നമ്മൾ മറ്റൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടച്ചു വെച്ച് ഈ വശവും ഒന്ന് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.